ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഫോർഡിൻ്റെ എക്സ്പെഡിഷനാണ്. ഈ ഒരു വാഹനത്തിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയും കൂടി ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കാണുന്ന ഒരു ഫോർഡിൻ്റെ എക്സ്പെഡിഷനാണ്. ഈ ഒരു വാഹനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആക്സിലിൻ്റെ നട്ട് ഏത് വാഹനത്തിലാണ്, അതേമാതിരി തന്നെ ഏത് വാഹനത്തിലാണ് ഇത്ര ചെറിയ നട്ട് വന്നിട്ടുള്ളതെന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഈ കാണുന്ന ഫോർഡ് എക്സ്പെഡിഷനിൽ തന്നെയായിരുന്നു. അതേമാതിരി തന്നെ ഇതിൻ്റെ ഫ്രണ്ട് വീലിൽ ഈ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കോമൺ കംപ്ലയിൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രണ്ട് വീലിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു യൂണിറ്റാണ് ഈ കാണുന്നത്. ഇത് വാക്കത്തിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു സാധനമാണ്. അതേമാതിരി തന്നെ ഇതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെയായിട്ട് നമുക്ക് ഫ്രണ്ട് വീല് വേണോ, അതേമാതിരി തന്നെ ഏത് വീലിലോട്ട് വേണം എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതേമാതിരി തന്നെ ഇതിൻ്റെ അകത്ത് വേറെ നിലവിലിപ്പം കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു വാഹനത്തിൽ കോമൺ ആയിട്ടൊരു വരുന്ന കംപ്ലയിൻ്റ് ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് വീലിലേക്കുള്ള ഒരു നോയ്സ് വരാറുണ്ട്. പല വാഹനങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്രണ്ട് വീലിലൊരു നോയ്സ് വരും. അപ്പോൾ ആ നോയ്സ് വരുന്നത് ഈ ഒരു മില്ലിങ് കയറി കറക്റ്റായിട്ട് ലോക്കാവാതെ കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു നോയ്സ് വരാറ്. അപ്പോൾ അത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ വാക്വം ഹോസ് പൊട്ടിപ്പോകുന്ന ഒരു കംപ്ലയിൻറ്റ് ഈ വാഹനത്തിൽ കോമൺ ആയിട്ടുണ്ട്. ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ഒരു എഞ്ചിൻ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. 5.4 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്, V8 ആണ് വന്നിരിക്കുന്നത്. അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ ബ്രേക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടറിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്കൊരു സോളിനോയിഡ് കാണാം. ഇതാണ് ഈ ഫ്രണ്ട് വീലിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സോളിനോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വാക്കത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ താഴോട്ടേക്ക് പോകുന്ന ഈ ഒരു ഹോസ് കാണാം. ഇത് റബ്ബറിലും അതേമാതിരി തന്നെ പ്ലാസ്റ്റിക്കിലുമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ്രവിച്ച് അത് പൊട്ടിപ്പോകുന്നതാണ്. അപ്പോൾ അത് പൊട്ടിപ്പോകുന്ന സമയത്ത് അത് കട്ടായതിന് ശേഷം ഇത് പിടിക്കാതെ വരും, ഇതിൻ്റെ ഗിയറിൻ്റെ ആ മില്ലിങ് പിടിക്കാതെ വരും. അങ്ങനെ നോയ്സ് വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഒരു കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ വാഹനം നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെയാണ്. ഈ വാഹനത്തിൽ കുറച്ചധികം കംപ്ലയിൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ അതെന്താണെന്നുള്ളത് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.